ഹലോ എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടും അതുപോലെ തന്നെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൈവ. വൈവ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക, എങ്ങനെയായിരുന്നു നമ്മളതിനെ ആൻസർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പ് 10 Q&A സെക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് നമ്മൾ ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പ്രൊജക്ട് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും വീഡിയോ ലാഗാക്കണ്ട. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിപ്പീറ്റഡ് വൈവ ക്വസ്റ്റ്യൻ ഈസ് വൈ ഡിഡ് യു ചൂസ് ദിസ് ടോപ്പിക് ഇൻ യുവർ പ്രൊജക്ട്. ഇതാണ് ഫസ്റ്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു വൈവയും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മളത് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിന്നായിരിക്കും നമ്മളെ അവർ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിനുള്ള ആൻസർ ചെയ്യുക എങ്ങനെയാണ്? I selected this topic because it is very relevant and close to current academic discussions. It connects with gender studies or post-colonial സ്റ്റഡീസ് ഓർ ലിറ്റററി തിയറി. ഏതാണോ നിങ്ങളുടെ പ്രൊജക്ട് ടോപ്പിക് അതാണ് അവിടെ പറയേണ്ടത്. ദിസ് ടോപ്പിക് ഓൾസോ ഗീവ്സ് സ്കോപ്പ് ടു അനലൈസ് ബോത്ത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഇൻ ഡെപ്ത്. പേഴ്സണലി ഇറ്റ് ഇൻസ്പയർഡ് മീ because it relates to identity, society and representation of women or characters which I always wanted to explore. അതായത് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള റീസൺ സോഷ്യലി റെലവൻ്റ് ആണ്. അതുപോലെ തന്നെ എന്നെ പേഴ്സണലി ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വർക്ക് കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു ടോപ്പിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ ഒരു തിയറി വെച്ച് ആ ഒരു ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നത്. അപ്പം next important and repeated question is what is the main objectives of your പ്രൊജക്ട് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനറും വന്നാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഗസ് ചെയ്യും, എന്താണ് ഇതിൻ്റെ ആൻസർ, എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്, എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കാണാത്തവരെ പോയി കാണാം. അത് കാണുന്നതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുന്ന ആൾക്കാർ കമൻറ്റിൽ എന്തായാലും പറയണം. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഇൻഫോർമേറ്റീവായി എന്നുണ്ടെങ്കിൽ ഇനി വരും വീഡിയോയിൽ നമുക്ക് ടോപ്പ് 10 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വൈവിക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.